ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ക്രിസ്മസ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു വട്ടയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് പൊടി കുറുക്കിയെടുക്കൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര സോഫ്റ്റ് പഞ്ഞ് പോലെ ഇരിക്കുന്ന വട്ടയപ്പമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത്. വറുത്ത നൈസ് അരിപ്പൊടിയാണ്. അതൊരു കപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിൽ ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയതെടുക്കുക. അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കപ്പിൽ തന്നെ 1/2 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെളുത്ത അവിലാണ് ഇതിന് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടിയും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർക്കണുള്ളൂ. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണിനേക്കാളും കുറവാണ് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചൊന്ന് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. വെള്ളം പോരെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി അരച്ചെടുക്കാം. ഞാനൊരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ മാവ് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ അരയ്ക്കുമ്പോൾ ഒരു 2 ഏലക്കായ തൊലി കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തോളൂ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് മാവ് ഒന്ന് പൊന്തി വരാൻ വെയിറ്റ് ചെയ്യുക. ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിനുള്ളിൽ എന്തായാലും മാവ് പൊന്തി വരും. 3 മണിക്കൂറായപ്പോൾ ഈ മാവ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈസ്റ്റും നിങ്ങൾ എടുക്കുന്ന ഈസ്റ്റിൻ്റെ പോലെ ഇരിക്കും മാറ്റങ്ങൾ. ഈ ഒരു ലൂസിൽ മാവ് കലക്കിയെടുത്താൽ മതി. അപ്പോൾ വെള്ളം നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ച് നോക്കിയെടുക്കുക. അപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്കൊരു 3-4 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം. കള്ളൊഴിച്ചിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഒരു 3 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വട്ടയപ്പം പ്ലേറ്റിലേക്ക് ഒഴിച്ച് മാവ് പ്ലേറ്റിലേക്ക് ഒഴിച്ച് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പ് അതിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ആ പ്ലേറ്റും അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് നന്നായി ചൂടായതിന് ശേഷമാണ് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കാറ്. അതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും വട്ടയപ്പം വെന്ത് വരും. ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാം. അത് മുട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ വട്ടയപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു അളവിൽ 2 വട്ടയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതുമാതിരി സോഫ്റ്റ് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത് ഈ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ക്രിസ്മസ് ആവണമെന്നില്ല, കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴായാലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.